ശ്രീനാരായണ പരമഗുരവേ നമഃ. ശോഷണം ഭവസിന്ധോച്ഛ പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ ദിവ്യഭാരതി കൃപാംബുനിധേ കദാഹം തത്പത്മനേത്രയുഗളാഭിമുഖോ ഭവാമി. ഏവം ഭവാമി യദി ദുർലഭമന്ത്രകിം ദാസേ സദാ മയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 32-ാം ഭാഗം അവതരണം. അതിനെ എനിക്ക് തരുമോ? വയൽവാരം വീടിന് സമീപത്തായി തുടങ്ങിയിരുന്ന കളരിയിൽ നിന്ന് കുട്ടികൾ പഠനം കഴിഞ്ഞു പോയാലും നാണുവാശാൻ പോകുമായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഉറക്കവും കളരിയിൽ തന്നെയായിരുന്നു. നാണുവാശാന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. ആശാൻ പണം എന്ന് പറയപ്പെട്ടിരുന്ന ട്യൂഷൻ ഫീസ് ആരോടെങ്കിലും ആവശ്യപ്പെടുകയോ ചോദിച്ച് വാങ്ങുകയോ ചെയ്യുമായിരുന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ അത് ഇല്ലായ്മക്കാരെ കണ്ടാൽ അപ്പോൾ തന്നെ അവർക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം നാണു ആശാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ അടുത്ത ഒരു ബന്ധു ആ പള്ളിക്കൂടത്തിലേക്ക് വരികയുണ്ടായി. വന്ന ആളിന്റെ കയ്യിൽ ഒരു അണ്ണാൻ കുഞ്ഞും ഉണ്ടായിരുന്നു. അയാൾ നാണു ആശാനോട് അത്യാവശ്യമായ ഏതോ കാര്യം പറയാൻ വന്നതായിരുന്നു. എന്നാൽ ആശാന്റെ ശ്രദ്ധ മുഴുവനും ആ അണ്ണാൻ കുഞ്ഞിലായിരുന്നു. നാണു ആശാൻ ചോദിച്ചു, ഈ അണ്ണാൻ കുഞ്ഞിനെ അമ്മാവന് എവിടെ നിന്ന് കിട്ടി? അമ്മാവൻ വരുന്ന വഴിക്ക് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മരപ്പൊത്തിൽ നിന്ന് കിട്ടിയതാണ്. നാണു ആശാൻ, അമ്മാവൻ ഇതിനെ എന്തു ചെയ്യാൻ പോവുകയാണ്? അമ്മാവൻ, ഞാൻ ഇതിനെ ഒരു കൂട്ടിലടച്ച് വീട്ടിൽ വളർത്താൻ പോവുകയാണ്. നാണു ആശാന് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. ഓടിയും ചാടിയും കളിച്ചും വളരേണ്ട ആ അണ്ണാൻ കുഞ്ഞിനെ ഒരു കൂട്ടിലടച്ചാൽ അതിന് അതിൻ്റെതായ ലോകം നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് നാണു ആശാൻ ചോദിച്ചു, അതിനെ എനിക്ക് തരുമോ? അമ്മാവൻ, ഇതിനെ നിനക്കെന്തിനാണ്?
നാണുവാശാൻ. വളർത്താൻ തന്നെ. പിന്നെ യാതൊന്നും ചോദിക്കാതെ അയാൾ ആ അണ്ണാൻ കുഞ്ഞിനെ നാണുവാശാന് കൊടുത്തു. നാണുവാശാൻ ആ അണ്ണാൻ കുഞ്ഞിനെ അല്പനേരം കയ്യിൽ വെച്ച് ഓമനിച്ചു. പിന്നീട് അണ്ണാൻ കുഞ്ഞിനെ നൽകിയ ബന്ധു അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ പള്ളിക്കൂടത്തിന്റെ മുറ്റത്ത് പടർന്നു നിന്നിരുന്ന ഒരു പറങ്കിമാവിന്റെ താഴത്തുള്ള ശാഖയിൽ അതിനെ കൊണ്ടുവിട്ടു. അത് ചിൽ ചിൽ എന്ന് ചിലച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മരക്കൊമ്പിലേക്ക് ഓടിപ്പോകുന്നത് നാണുവാശാൻ സംതൃപ്തിയോടെ നോക്കി നിന്നു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. അതിനെ എനിക്ക് തരുമോ? അവതരണം ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.